ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ST സ്പോർട്സ് ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു സംഭവമായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതൊരു പ്രീ മാച്ച് വീഡിയോ എനിക്കാണ് ഗൈസ്. പ്രീ മാച്ച് വീഡിയോ വെച്ചാൽ ഇപ്പം പറയാനൊരു ഗുമ്മൊന്നുമില്ല ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാനോ ഒരു ഗുമ്മില്ല ഒരു പ്രതീക്ഷയും ഇല്ല ഗൈസ് ഈ സീസണേ. അപ്പോൾ നമുക്ക് എന്തായാലും പ്രീ മാച്ച് വീഡിയോ ആയിട്ട് വന്നതാണ് ഗൈസ്. കുറേ നാളെ ഞാൻ പ്രീ മാച്ച് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഗൈസ്. ഓക്കെ, അപ്പം വീഡിയോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അറിയില്ല ഗൈസ്. സ്റ്റാൻഡൊക്കെ പണിയായിട്ട് എങ്ങനെയെല്ലാം ഒപ്പിച്ച് വെച്ചാണ് സംഭവം. ഓക്കെ, ഇല്ല ക്വാളിറ്റി നിങ്ങൾ കാണുക ഗൈസ്. കൊല്ലത്തിൽ ഒരിക്കലല്ലേ വരുന്നത്. ആ കൊല്ലത്തിൽ ഒരിക്കൽ ഇനി തൊട്ട് നമ്മൾ അടിപൊളിയാക്കാൻ നോക്കുന്നത് ഗൈസ്. ഇപ്പോൾ ഒന്നാമത് എക്സാം ആയതുകൊണ്ടാണ് ഗൈസ് വീഡിയോ ഡിലേ ആവുന്നത്. ഓക്കെ, അന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എന്താ നേരെ വീഡിയോ കിടക്കുക ഗൈസ്. അപ്പം നാളെ ഇങ്ങനെ എനിക്കാണ് ഗൈസ് 2026 മാർച്ച് 14 കഴിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC മത്സരം ഗൈസ്. ഈസ്റ്റ് ബംഗാൾ FC നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഇപ്പൊ ടേബിളിൽ 5ാം സ്ഥാനത്ത് കഴിക്കാണ് ഈസ്റ്റ് ബംഗാളിലെ എന്ന് വെച്ചിട്ട് തള്ളിപ്പറയണ്ട ഗൈസ്. കിടിലൻ ക്ലബും കഴിക്കാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലുള്ളത്. 4 കളികളിൽ നിന്ന് 2 വിന്നും 1 ലോസും 1 ഡ്രോയാണ് ഈസ്റ്റ് ബംഗാൾ നേടിയെടുത്തത്. 2 വിന്നുണ്ട് ഗൈസ്. ആ 2 വിന്നും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഗൈസ്. നല്ല ഗോൾ കോൺട്രിബ്യൂഷനിലൂടെയാണ് വിൻ എടുത്തത്. 4-1 3 അങ്ങനത്തെ ഒക്കെ കുറെ സ്കോർ ലൈനിലാണ് വിൻ എടുത്തത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഒരു ലോസാണ്, അത് ജംഷഡ്പൂർ FCനെതിരെ 2-1 ലോസാണ്. അതും എന്തോ ഞപ്പിന് പോയ സാധനം കഴിക്കുകയാണ്. അതൊരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ആ കളിയിലും കാഴ്ചവെച്ചത് ഈസ്റ്റ് ബംഗാള്. പിന്നെ FC ഗോവന്റെ ഒപ്പം ഒരു ഡ്രോ കഴിക്കായിരുന്നു. അങ്ങനെ കഴിക്കാൻ ഇപ്പം വരുന്ന സ്റ്റാറ്റ്സ് ഇല്ലേ ഈസ്റ്റ് ബംഗാളിലെ. അടിപൊളി ക്ലബ്ബ് കഴിക്കാൻ ഇപ്പൊ ഈസ്റ്റ് ബംഗാൾ പറയാൻ പറ്റുന്ന കുറച്ച് പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ SA ജാരി, മിഗ്വൽ ഫിഗ്വേര, പിന്നെ ബിപിൻ സിംഗ്, ജീക്സൺ സിംഗ്, ഗില്ലി, അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. അവർക്ക് ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിലും ഫോറിൻ പ്ലേയേഴ്സ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആൻഡ് കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് തന്നെയാണ് ഗൈസ്. എല്ലാം ഏരിയൽ ബോൾസ് ആണെങ്കിലും എല്ലാ തരം പ്രോസുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറെ പ്ലേയേഴ്സ് ആണ് ഇപ്പൊ അവർക്കുള്ളത്. അത് മാത്രമല്ല ഗൈസ്, ഇവരെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഗൈസ്, ഇവർ ഈ സീസണിൽ ഗൈസ് 4 മാച്ചിനാകെ 3 ഗോളെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ ഗൈസ്. വെറും 3 ഗോളാണ് കൺസീഡ് ചെയ്തേ 4 മാച്ചിൽ ഗൈസ്. അത് നിങ്ങൾ ചിന്തിക്കണം. നമ്മളെ സ്ഥാനത്ത് വരുവാണെങ്കിൽ ഗൈസ് 4 മാച്ചിൽ നമ്മൾ കൺസീഡ് ചെയ്ത ഗോൾ എത്ര വെച്ചാൽ 6 ഗോൾസ് കഴിക്കുകയാണ് ഗൈസ്. വെറും 4 മാച്ചിൽ ഗൈസ് നമ്മൾ കളിയേക്കാൾ കൂടുതൽ ഗോൾസാണ് നമ്മൾ കൺസീഡ് ചെയ്തത്. ഇത്രയും നല്ല സ്ക്വാഡ് ഇപ്പൊ നമുക്ക് ഉണ്ടോ എന്ന് പറയാൻ എനിക്ക് ഡൗട്ടാണ്. നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സ് ഒക്കെ ഇന്ത്യൻ പ്ലേയേഴ്സിന് അത്ര പോലും കളിക്കുന്നില്ല ഇപ്പൊ. കാര്യം പറയാലോ, ഇതിനും പേരും കുറച്ച് ഇന്ത്യൻ പ്ലേയേഴ്സ് സൈൻ ചെയ്യുന്നതായിരുന്നു. എന്നാൽ വേജും കുറയും. ഇതൊക്കെ എന്തിനു ഗൈസ് ഇങ്ങനത്തെ ഇപ്പൊ ഫോറിൻ പ്ലേയേഴ്സ്, വെറും പേരിന് മാത്രമുള്ള ഫോറിൻ പ്ലേയേഴ്സ് ആണ് ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലേ. അത് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. ഇപ്പൊ എഡ്രിയാൻ ലൂണ, കോൾഡോബിയേറ്റ, ജോഹസ്, അങ്ങനത്തെ ഒരു പ്ലെയറെ പോലത്തെ പ്ലെയർ ഇപ്പൊ നമ്മുടെ ക്ലബിൽ ഇല്ല സത്യം പറഞ്ഞാല്. കെവിനിയോക്ക് ആവട്ടെ, മാർലോൺ റൂയിസ് ആവട്ടെ, പിന്നെ വിക്ടർ ബെർട്ടോമോ ആവട്ടെ, അങ്ങനത്തെ ഒരു പ്ലേയേഴ്സ് ഇല്ല നമ്മളെ ടീമിൽ. ഇപ്പൊ ഒരു കിടില നമ്പർ 9 ഇല്ല, കിടില നമ്പർ 10 ഇല്ല, അങ്ങനെ പ്ലേയേഴ്സ് ഇല്ല. നമ്മളെ ഫോറിൻ പ്ലേയേഴ്സിനെക്കാട്ടും കളിക്കുന്ന നമ്മളെ ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെ. കാര്യം പറയല്ലോ, എബിൻദാസ്, അജിസൽ, പിന്നെ അങ്ങനെ കുറെ പ്ലേയേഴ്സും കഴിക്കാണ്. പിന്നെ മറ്റേ വികാസ് യുംനാണ്, അവരൊക്കെയാണ് നമ്മളെ ഫോറിൻ പ്ലേയേഴ്സിനെക്കാട്ടും നല്ലോണം കളിക്കുന്നത്. അതല്ലാണ്ട് വേറെ സ്റ്റാറ്റ്സ് എടുത്ത് പറയാ വെച്ചാല് 4 കളികളിൽ നിന്ന് അതിന്റെ ഡബിൾ ഗോൾസ് ആണ് ഈസ്റ്റ് ബംഗാൾ അടിച്ചത്. 8 ഗോൾസും കഴിക്കാണ് ഈസ്റ്റ് ബംഗാൾ അടിച്ചത് 4 കളിയിൽ നിന്ന്. അത് നേരെ KBFCനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 4 കളിയിൽ നിന്ന് 1 ഗോളെ അടിക്കാൻ പറ്റില്ല. അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് വന്ന ഗോൾ കഴിക്കാണ് ഇന്റർകാഷ്ക്കെതിരെ. ഇത് ആലോചിച്ച് നോക്കുക, അവർ 8 ഗോള് 4 കളികളിൽ നിന്ന് അടിച്ചേ, നമ്മൾ 1 ഗോളും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള അന്തരം. ഓക്കെ, അവരടിച്ച് പൂശുന്നില്ല, ഒരു ഡൗട്ടും വേണ്ട ഗൈസ്. എന്തായാലും അവർ ഗോൾ അടിക്കും, നല്ലോണം അടിക്കാൻ ശ്രമിക്കും. മാത്രമല്ല അവരെ ഹോം ഗ്രൗണ്ട് കഴിക്കുകയാണ്. ഇപ്പൊ നമ്മളെ ഹോം ഗ്രൗണ്ട് ആണെങ്കിൽ വലിയ കാര്യമൊന്നും ഇല്ല ഗൈസ്. പഴയ പോലെ ഹോമിന് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ല. അഡ്വാൻറ്റേജ് മുതലെടുക്കാൻ പറ്റിയ പ്ലേയേഴ്സും ഇല്ല ഗൈസ്. അങ്ങനത്തെയാണ് ഇപ്പൊ നമ്മളെ അവസ്ഥ വരുന്നത്. മാനേജ്മെന്റ് ഒന്നും പറയാനില്ല, കാര്യം പറയാലോ. പിന്നെ പറയാനുള്ള വെച്ചാൽ ഈസ്റ്റ് ബംഗാളിലെ എല്ലാ പ്ലേയേഴ്സും കിടിലൻ ഗണ്ണ് പ്ലേയേഴ്സ് തന്നെയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ബിപിൻ സിംഗ്, SA ജാരി ഗസ് 4 ഗോൾ എന്തോ അടിച്ചിട്ടുണ്ട് ഇപ്പോ ഈ സീസണില്. 4 കളിയിൽ നിന്ന് 4 ഗോൾ എന്തോ അടിച്ചൊരു പ്ലെയർ കഴിക്കുകയാണ്. ഇപ്പം ഒരു കാര്യം ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ഗസ്, ഈസ്റ്റ് ബംഗാളിനെതിരെ ഗോൾ അടിക്കാൻ സമനിലേക്ക് നോക്കുക. പറ്റും തോന്നുന്നില്ല ഗസ്. ഇന്റർകാഷി ചെന്നൈ അവരപ്പുറം വരെ പറ്റിയില്ല. മാത്രമല്ല അവരെ ഹോം അഡ്വാൻറ്റേജും ഉണ്ട് ഈസ്റ്റ് ബംഗാൾ FCന്റെ. തമ്പുരാന്ന് അറിയാം ഗസ്, പൊട്ടി പാളിസാവണ്ടെന്നായിരുന്നു. ഒരു 5 ഗോളിന് താഴെ എന്തായാലും കൺസിഡർ ചെയ്യണേ കേരള ബ്ലാസ്റ്റേഴ്സെ. സത്യം പറയാലോ, ആകെ പ്രതീക്ഷ വെച്ചപ്പോൾ KBFCയിൽ ആകെ 2 പ്ലേയേഴ്സിനാണ് എനിക്ക് പ്രതീക്ഷയില്ലേ ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ട്. ഒന്ന് ജയ് കുറ്റിങ്കാണ്. ജയ് കുറ്റിങ്ങിന്റെ പെർഫോമൻസ് നമ്മൾ വേണ്ട എത്ര കണ്ടില്ല ഗസ്. സബ്ബൊക്കെ ആയിട്ടാണ് താരം ഇറങ്ങിയത്. ഇതൊരു ഫസ്റ്റ് ലെവലിൽ ഇറങ്ങിയിട്ടില്ല ജയ് കുറ്റിങ്കോ. ഓക്കെ,
നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുക തന്നെ തോന്നുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നത് വിക്ടർ ബെർട്ടോമനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ പ്ലെയർ നയിക്കാണ് ജയ് കുറ്റിങ് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ പറയാ വെച്ചാൽ ഈ ചങ്ങായിന്റെ പേര് ഇരിവില്ല ഗൈസ്, എൻ ഡി എ ഫാലോ അങ്ങനെ എന്താണ് ഗൈസ് ചങ്ങായിന്റെ പേര്, എൻ ഡി എ ഫാലോ അങ്ങനെ എന്തോ ആണ്. നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡർ ആയിരുന്ന ഓമർ ബാനക്ക് പകരം വന്നൊരു പുതിയ പ്ലെയർ നയിക്കാണ് എൻ.ഡി.എ ബാബു. അങ്ങനത്തെ പേര് ഗൈസ്, എനിക്ക് അധികം അറിയില്ല. ഓക്കെ, ചങ്ങായി ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചില്ലേ, കാരണം സെറ്റ് പീസ് ആണ് ഗൈസ്. നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ള പ്ലെയർ നയിക്കാണ്. സെറ്റ് പീസ് ഒക്കെ ഇങ്ങനെ ഹെഡാക്കി മാറ്റിയില്ലെങ്കിൽ നല്ലേ. അപ്പുറത്തില്ല ഗോൾ വെച്ചാൽ ഗില്ലിങ് നയിക്കാണ് ഗൈസ്. ഗില്ലിന് ഹൈറ്റ് കുറച്ച് വീക്ക്നെസ് നയിക്കാണ്. ആ വീക്ക്നെസ് നമ്മൾ മുതലെടുത്തിട്ട് ഇങ്ങനത്തെ ഹൈറ്റ് അഡ്വാൻറ്റേജിൽ നമ്മൾ പ്ലേയേഴ്സിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഏരിയൽ ബോൾസ് ഒക്കെ നമ്മൾ നോക്കും. അവരെ ഡിഫൻസ് കടക്കാൻ നല്ല പണി കഴിക്കാണ്. ജീക്കൻ സിംഗ് ഉണ്ട്, പിന്നെ ആരേനു അൻവർ അലി ഉണ്ട്. അങ്ങനത്തെ കുറെ നല്ല നല്ല ഗണ്ണ് പ്ലേയേഴ്സ് ആണ് ഗസ് അവർക്കുള്ളത്. അവർ മിഡ്ഫീൽഡാണെങ്കിൽ പറയാൻ വേണ്ട, കുറെ നല്ല കിടിലൻ പ്ലേയേഴ്സ് ഉണ്ട് അവർക്ക്. മിഗൽ ഫിഗ്വേര അങ്ങനത്തെ ഒക്കെ. പിന്നെ വിങ്ങേഴ്സ് ആയിട്ട് വിഷ്ണു പി വി ഉണ്ട്, ബിപിൻ സിംഗ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട് ഗസ്. അവർക്ക് എന്തായാലും നമ്മൾ പേടിക്കണം. എഡ്മുണ്ട് 17 വയസ്സിൽ പ്ലെയർ കഴിക്കാണ്. കളിയെല്ലാം വെച്ച വിഷയം കളിയാണ്. ഒരു 2 ഗോളൊക്കെ ഇപ്പൊ അടിച്ചിട്ടുണ്ട് ഈ സീസണിൽ. നമ്മൾ മിക്കവാറും കളിക്ക് എന്തായാലും നമ്മളെ മിക്കവാറും ഡേവിഡ് കാറ്റല ഇറക്കാൻ പോകുന്ന ഒരു ലൈനപ്പ് പ്രകാരം നിങ്ങൾക്ക് തോന്നുന്ന വെച്ചാൽ ഒരു ഡിഫൻഡിങ് ഗെയിമേക്ക് നമ്മൾ കാഴ്ചവെക്കുക. ഐ.ടി.കെ മോഹൻ ഖാന്റെ ഒരാണെങ്കിലും മുംബൈ സിറ്റി നഫീറൊക്കെ ആണെങ്കിലും നമ്മൾ പകുതി ഡിഫൻസീവ് മാച്ചാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ കളി ചെന്നൈയിൻ എഫ് സിക്ക് എതിരെയാണ് കുറച്ചും കൂടി അറ്റാക്കിങ് നമ്മൾ ശ്രദ്ധിച്ചത്. എന്തായാലും തോക്കാടുണ്ടായിരുന്നു. 3 സ്റ്റാക്കാണുള്ളപ്പുറം ജയിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രതീക്ഷ ആരാധകർക്ക് കിട്ടും. കാരണം ഇപ്പൊ ടേബിളിൽ 5ാം സ്ഥാനത്തുള്ള ഒരു ക്ലബ്ബും കഴിക്കാണ് ഇഷ്ടങ്ങൾ. അവർക്കൊരു സമനിലേക്ക് മിനിമം പിടിക്കാൻ വേണ്ടിയിട്ട് കളിക്കണം. മിനിമം പ്ലീസ് കളിക്കാണ്ട് നമ്മൾ ജയിക്കൊന്നുമില്ല. ഈ കഴിഞ്ഞ 4 മത്സരത്തിന് പ്രകടനം കണ്ടിട്ട് ഒരു തുള്ളി കളിക്കൊന്നുമില്ല. വെറുതെ മറ്റേ മന്ത്രമൊന്നും നടക്കൂല കേസ്. വെറുതെ പെട്ടക്കോ കേസ്. നല്ല പാസിംഗ് ഒക്കെ കളിക്കുന്നുണ്ട്, പക്ഷെ ബേക്കിലേക്കാണ് മാത്രം. ആ മാത്രമല്ല ഒരു അറ്റാക്കിങ്, ഒരു ഗോൾ ശ്രമം പോലും നടത്തുന്നില്ല, ഒരു അറ്റംപ്റ്റ് വരെ നടത്തുന്നില്ല. ഇപ്പൊ കാണിച്ചത്, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണ്. ഇപ്പൊ ഗോളി ഒറ്റക്കാണ് എനിക്ക് പോസ്റ്റില്, അതുവരെ അടിക്കാൻ നോക്കുന്നില്ല, പാസിങ്ങിലേക്കാണ് നോക്കുന്നത്. വിക്ടർ ബെർട്ടോം ആണെങ്കിലും ജയ് കുറ്റിങ് ആണെങ്കിലും ആകെ കഴിഞ്ഞ കളിയിലൊക്കെ ഒരു പ്രതീക്ഷയില്ല 2 താരങ്ങളാണ് എനിക്കില്ലേ കഴിഞ്ഞ കളികളിലൊക്കെ. ഒന്ന് എബിദാസ് ഒരു ഗോളി അടിക്കുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. അങ്ങനത്തെ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ട് നല്ല പാസുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവിധ നല്ല ക്രോസുകളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ സന്ദീപ് സിംഗ് കഴിഞ്ഞ കളിയിൽ സബ്ബായിട്ട് വന്നായിരുന്നു. നല്ല ക്രോസുകൾ താരന്റെ ഭാഗത്തു നിന്ന് കണ്ട്. പിന്നെ ഉള്ളതാണ് അജിസലാണ് എന്റെ ആകെ പ്രതീക്ഷ. ഗോൾ അടിക്കുന്നില്ലേ. വിക്ടർ ബെർത്തോമിനെക്കാട്ടും എത്രയോ ബെറ്റർ ആണ് ഇപ്പൊ അജിസൽ കളിക്കുന്ന കളി ഗേസ്. ജയിക്കുന്ന പ്രതീക്ഷിക്കുക ഗേസ്. എന്തായാലും ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ നമ്മളിപ്പോ ടേബിളില് 13ാം സ്ഥാനത്താണില്ലേ ഗേസ്. മുഹമ്മദ് എസ് നമ്മളിപ്പോ കമ്പയർ ചെയ്താൽ അത് തന്നെ. പക്ഷെ നമ്മൾ ഈ സീസണിൽ 1 ഗോൾ അടിച്ചെങ്കിൽ അവർ 2 ഗോൾ അടിച്ചില്ലെങ്കിൽ ആ അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. അവരൊരു 7 പിടിച്ചാൽ തന്നെ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല ഗേസ്. ഇനി നമുക്ക് കുറെ ബിഗ് ഗെയിംസ് വരുന്നുണ്ട്. ജംഷഡ്പൂർ FC അപ്പുറം സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഴയ ഡൽഹി അല്ല ഗേസ്. ഇപ്പൊ വിഷയമാണ് അറിയാലോ. കഴിഞ്ഞ മുംബൈ സിറ്റിനെ ഒരു 7 പിടിച്ചിന്. പിന്നെ നമുക്ക് വരാനുള്ള FC ഗോവക്ക് ലാസ്റ്റ് ആണെങ്കിലും ആ ലാസ്റ്റോട്ടേക്കും കേസ് നമ്മുടെ റെലഗേഷൻ സോണിൽ നല്ലൊരു ഫൈറ്റ് നടക്കുന്ന ടൈം. എന്തായാലും ഗസ് ജയിക്കാന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ജയിച്ചില്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ ബൈ ബൈ.